നാം ഓരോരുത്തരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന വിശേഷാൽ കർത്താവിന്റെ സന്നിധിയിൽ കഴിഞ്ഞ ചില ദിവസങ്ങളിലായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ പ്രിയ സന്തോഷിന്റെയും സരിതയുടെയും വിവാഹം ഈ പകൽക്കാലം കർത്താവിന്റെ വചനപ്രകാരം ശുശ്രൂഷകൾ ചെയ്യുവാൻ അതനുഭവിക്കാൻ ആയിട്ടാണ് നാം ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിലായിരിക്കുന്നത്. വേദിയിലായിരിക്കുന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന സാം പാസ്റ്റർ, ഇന്ത്യ ബദൽ ചർച്ച് ഫൗണ്ടറും പ്രസിഡന്റുമായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, വിശേഷാൽ ഇന്ന് ഈ വിവാഹ ശുശ്രൂഷ നടത്തുന്നതായ അനുഗ്രഹിക്കപ്പെട്ട കർത്താവിന്റെ ദാസൻ പാസ്റ്റർ വി ഡി ഹാബൽ അവരുകൾ, ദൈവസഭ ശുശ്രൂഷകനായിരിക്കും എന്റെ വാത്സല്യ പിതാവ് പാസ്റ്റർ എം രാജു, ആന്ധ്രാപ്രദേശിൽ നിന്ന് കടന്നു വന്നതായ കർത്താവിന്റെ ദാസന്മാരായ പാസ്റ്റർ രാജു ആൻഡ് പാസ്റ്റർ ജേക്കബ്, അതുപോലെ തന്നെ ഇവിടെയുള്ളതായ ബഹുമാന്യ കർത്താവിന്റെ ദാസന്മാർ വേദിയിലായിരിക്കും. മാത്രമല്ല ഇവിടെ മുൻപിലിരിക്കുന്ന എല്ലാ കർത്താവിന്റെ ദാസന്മാർ, കടന്നു വന്നിരിക്കുന്ന സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, ഇരു കുടുംബത്തിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ബഹുമാന്യരും സ്നേഹിതരുമായിരിക്കുന്ന എല്ലാവരോടുമുള്ള വന്ദനം ഞാൻ ഈ പ്രഭാതത്തിൽ അറിയിക്കുന്നു. ഗാനങ്ങൾ ആലപിക്കുന്ന കൊയർ, അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ, ഫോട്ടോഗ്രാഫീസ്, എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സാഹചര്യമാണ് കുടുംബ ജീവിതം എന്നുള്ളത്. മനുഷ്യൻ വളർന്നു വരുമ്പോൾ അവരുടെ മാതാവ് അല്ലെങ്കിൽ പിതാവ് വ്യക്തിപരമായി ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണ് കുടുംബജീവിതത്തിലേക്ക് കുഞ്ഞുങ്ങൾ എത്തണമെന്നുള്ളത്. ഇന്ന് ഈ ലോകത്തിൽ നാം ചിന്തിക്കുമ്പോൾ പല കുടുംബജീവിതങ്ങളുടെയും പരാജയത്തിന്റെ കാരണം പലപ്പോഴും കുടുംബജീവിതത്തിന് പ്രാധാന്യത നൽകുന്നില്ല എന്നുള്ളതാണ്. കേവലം ഒരു വിവാഹം കഴിച്ച് ജീവിക്കുക എന്നുള്ളതിൽ പരം ഇതിന്റെ ആത്മാർത്ഥതയും ഇതിന്റെ മുൻപോട്ടുള്ളതായ ക്രമീകരണങ്ങളും വളരെ കൃത്യമായും ശാന്തമായും ചെയ്തെങ്കിൽ മാത്രമേ വളരെ നല്ലതായ ഒരു കുടുംബജീവിതം കെട്ടിപ്പണിയുവാൻ കഴിയുകയുള്ളൂ. വിവാഹം എന്നുള്ളത് പെട്ടെന്ന് കഴിയുന്നതായ ഒരു പ്രത്യേകതയാണെങ്കിലും ജീവിതം എന്നുള്ളത് ഓരോ ദിവസവും കഴിഞ്ഞ് പോകേണ്ടതായ പ്രത്യേകതയാണ്. വിശേഷാൽ ദൈവവചനത്തിൽ, വിശുദ്ധ ബൈബിളിൽ കുടുംബജീവിതത്തെ കുറിച്ച് വളരെ ആധികാരികമായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിന്റെ ദാസൻ മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ ലോകത്തിൽ മനുഷ്യനെ ദൈവം നിർമ്മിച്ചതിന് ശേഷം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ദൈവം തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തു എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു. ഒരു പുരുഷനും സ്ത്രീയും വിവാഹ ബന്ധത്തിലൂടെ അവരൊന്നായി തീരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും അധികമായിട്ട് അവർ ചിന്തിക്കേണ്ടത് ഇത് ദൈവം തന്നതായ ഒരു ജീവിതമാണ് എന്നവർ മനസ്സിലാക്കണം. യഥാർത്ഥമായ ഒരു നല്ല കുടുംബ ജീവിതത്തിന് ഒത്തിരി വിഷയങ്ങൾ പഠിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇത് മുഴുവനും പഠിച്ചതിന് ശേഷം ഒരു വിവാഹം കഴിക്കുവാൻ ശ്രമിച്ചാൽ അത് നടക്കുകയില്ല എന്നുള്ളതും സത്യമായ കാര്യമാണ്. എന്നാൽ ജീവിതത്തിലൂടെ തന്നെ ഒട്ടനവധി കാര്യങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഏറ്റവും സക്സസ് ആയ ഒരു ഫാമിലി ലൈഫ് ഈ ലോകത്തിൽ നടത്തുവാൻ കഴിയും. ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നു. സമയം മുൻപോട്ട് പോകുന്നത് കൊണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞുവിടാം. യേശു കർത്താവ് തന്റെ പ്രഭാഷണത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ പല കാര്യങ്ങൾ ബൈബിളിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊരു വിഷയമാണ് ഒരു വീട് പണിയുന്നതിനെ കുറിച്ച് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. അത് രണ്ട് കാര്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്ന. പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നൊരു ഭവനവും മണലിന്മേൽ പണിയുന്നതായിരിക്കുന്ന ഒരു ഭവനത്തെ കുറിച്ച് കാണുന്നുണ്ട്. പാറമേൽ അടിസ്ഥാനമിട്ട് പണിയുന്നതായ ഭവനത്തിന് നിലനിൽപ്പുണ്ട്. ഒട്ടനവധി
പ്രശ്നങ്ങൾ അതിനെതിരായിട്ട് വന്നാലും സ്ഥിരമായി നിൽക്കുവാൻ അതിന് കഴിയുന്നുണ്ട്. എന്നാൽ അടിസ്ഥാനമില്ലാത്ത ഒരു ഭവനത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന സമ്മർദ്ദങ്ങളും പ്രശ്നങ്ങളും നിമിത്തം അത് മുഴുവൻ ഉടഞ്ഞു പോകുന്നതായി കാണുവാൻ കഴിയുന്നു. സാമ്പത്തികത്തിന് മാത്രം നമ്മളെ നിലനിർത്താം എന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. കഴിവിനും വിദ്യാഭ്യാസത്തിനും നമ്മളെ നിലനിർത്തി ഒരു കുടുംബജീവിതം നയിക്കാമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുകയില്ല. എല്ലാത്തിലും ഉപരിയായി ഒരു ദൈവിക അനുഗ്രഹം കുടുംബജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും പ്രയോജനകരമായി നമുക്ക് ജീവിക്കുവാൻ കഴിയുകയുള്ളൂ. യേശുനാഥൻ അതുകൊണ്ട് അനേക കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ ഒട്ടനവധി കാര്യങ്ങൾ യേശു കർത്താവ് രേഖപ്പെടുത്തി പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പരസ്പരം കുടുംബജീവിതത്തിലായി ആയിരിക്കുമ്പോൾ കുടുംബജീവിതത്തിൽ ഏറ്റവും അധികം ചിന്തിക്കേണ്ടതായ പ്രത്യേകതയാണ് ഒരു നല്ല ജീവിതം നയിക്കുവാൻ ഞങ്ങൾ രണ്ടുപേരും അതിനായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു, അങ്ങനെ ഞാൻ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നടത്തുമ്പോൾ മാത്രമേ ജയകരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയും. 1-2 ഭാഗമൊന്നും ഞാൻ പറഞ്ഞിട്ട് മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ഈ ഭാഗം പറയുന്ന സ്ഥലത്ത് അതിപ്രധാനമായ 1-2 പോയിന്റുകൾ കർത്താവ് യേശു പറയുന്നുണ്ട്. അതിങ്ങനെയാണ്. ഒന്നാമത് നമ്മൾ വായിക്കുമ്പോൾ ഒരു ഭവനപ്പണിയിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിരിക്കുന്ന ഘടകമാണ് വിധിക്കാതിരിക്കുക എന്നുള്ളത്. പരസ്പരം വിധിക്കുമ്പോഴാണ് അല്ലെങ്കിൽ കുറ്റം പറയുമ്പോഴാണ്. ഇന്ന് പ്രിയ സന്തോഷും സരിതയും വിവാഹ ജീവിതത്തിലൂടെ അവർ ഒന്നായതിന്റെ ശേഷം ഒട്ടനവധി കാര്യങ്ങളിലൂടെ അവർ മുൻപോട്ട് ചിന്തിക്കുമ്പോൾ പരസ്പരം വിധിക്കാതെ കുറ്റം പറയാതെ ദൈവവചനത്തിനകത്ത് എന്താണുള്ളത് അല്ലെങ്കിൽ ദൈവവചനം എന്നോട് എന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കി അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം നയിക്കുകയാണെങ്കിൽ ക്രിസ്തീയ കുടുംബത്തിൽ പേരുള്ളതായ ഒരു കുടുംബമായി നിലനിൽക്കുവാൻ കഴിയും. മാത്രമല്ല, നാം മുന്നോട്ട് ഈ മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ ഈ ഭവനത്തെ കുറിച്ചുള്ള പണിയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത് എന്നൊരു പദം കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ഭവനത്തിന്റെ പണിക്ക് രണ്ടാമതായിരിക്കുന്ന ഒരു പില്ലർ അല്ലെങ്കിൽ പണിക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് വിശുദ്ധമായിരിക്കുന്നതിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത് എന്നുള്ളതാണ്. ആത്മീകത്തിലുള്ള വിശുദ്ധി, ജീവിതത്തിലുള്ള വിശുദ്ധി, സൊസൈറ്റിപരമായിരിക്കുന്ന വിശുദ്ധി, ഒട്ടനവധി കാര്യങ്ങൾ നമുക്കതിൽ നിന്ന് പഠിക്കുവാനുണ്ട്. അപ്പോൾ വിശുദ്ധ ജീവിതം അല്ലെങ്കിൽ ഒരു വിശുദ്ധി ജീവിതത്തിൽ സൂക്ഷിക്കുന്നെങ്കിൽ ക്രിസ്തീയ കുടുംബത്തിൽ ഒരു നല്ല ജയകരം പ്രാപിപ്പാൻ നമുക്ക് കഴിയും. മൂന്നാമതായിട്ട് എന്നെ ചിന്തിപ്പിച്ചത് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായിരിക്കണം. പ്രശ്നങ്ങൾ ഒട്ടനവധി ജീവിതത്തിൽ വന്നേക്കാം. ഇന്ന് കാണുന്ന പ്രശ്നങ്ങളല്ല, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ ഒട്ടനവധി പ്രയാസങ്ങൾ ജീവിതത്തിൽ വളർന്നു വന്നേക്കാം. പക്ഷേ പ്രാർത്ഥന എന്നുള്ള ഒരു നല്ല ദൈവിക ചിന്ത കുടുംബത്തിലുണ്ടെങ്കിൽ ക്രിസ്തീയ കുടുംബം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായി മുമ്പോട്ട് കടന്നു പോകും. പ്രാർത്ഥന എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ എല്ലാവരും പലപ്പോഴും പറയാറുണ്ട്, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ എന്തിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്നും എന്താണ് പ്രാർത്ഥന എന്നുമുള്ളത് നമ്മൾ മനസ്സിലാക്കത്തക്ക രീതിയിൽ വിശുദ്ധ ബൈബിളിൽ ഒട്ടനവധി കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചിന്ത എന്ന് പറയുന്നത് ക്രിസ്തീയ കുടുംബജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നത് പ്രാർത്ഥന ക്രിസ്തീയ കുടുംബജീവിതത്തിൽ ആവശ്യമായിരിക്കുന്നു. അടുത്ത ഒരു നല്ല ഭവനപ്പണിയുടെ പ്രത്യേകതയാണ് ഇടുക്കുവാതിലൂടെ കടക്കുവാൻ ശ്രമിക്കുക. സെപ്പറേഷൻ. ജീവിതം എന്നുള്ളത് മറ്റുള്ളവരിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായി കണ്ട് റോൾ മോഡലായിട്ട് എടുക്കുവാൻ കൊള്ളാവുന്നത് യേശുവാണ്, ദൈവവചനമാണ് എന്നുള്ളത് മനസ്സിലാക്കി ഇന്ന് കാണുന്ന ചാബല്യങ്ങളും ചിന്തകളിൽ നിന്നും വ്യത്യസ്തമായി എന്റെ കർത്താവായ യേശുവിന്റെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അതും പ്രകാരം ഞാനൊരു സെപ്പറേഷനായിട്ട്, ഒരു സെപ്പറേറ്റായിട്ട് ഞാൻ ജീവിക്കുമെന്നുള്ള തീരുമാനം ഹൃദയത്തിലുണ്ടെങ്കിൽ ഒരു നല്ല ജീവിതം നയിക്കുവാൻ കഴിയും. ഇങ്ങനെ കർത്താവ് പാറമേൽ പണിയുന്നതായ ഭവനത്തിന്റെ നിർമ്മിതിക്ക് മുമ്പ് പറഞ്ഞ പല ഭാഗങ്ങളാണ് ഇപ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തിയത്.
എന്നാൽ ഇന്ന് ഇപ്പോഴക്കാലം വിവാഹത്തിലൂടെ അവരൊന്നായി തീരുമ്പോൾ അവർക്ക് രണ്ടുപേർക്കും കർത്തവ്യങ്ങൾ വളരെ വലുതായി തീരുകയാണ്. ഇതുവരെയും ഒരു മകനെന്നോ മകളെന്നോ ഉള്ളതായിരിക്കുന്ന പേരിനാണ് അവർ അർഹതായിരുന്നെങ്കിൽ അടുത്ത നിമിഷങ്ങൾ മുതൽ അവരുടെ ഭാര്യ ഭർത്താവ് എന്നുള്ളതായ ഒരു പൊസിഷനിലേക്ക് അവരെത്തിച്ചേരുകയാണ്. മറ്റുള്ളവർക്ക് മുമ്പിൽ ഒരു മാതൃക ഉണ്ടായിരിക്കണം. കുടുംബജീവിതത്തിൽ ജീവിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി നിങ്ങൾ ഒരു എക്സാമ്പിൾ ആകുവാൻ ശ്രമിച്ചാൽ ഇനിയും അടുത്തൊരു തലമുറയെ മുൻപോട്ടുള്ളതായ ജീവിതത്തിൽ നിങ്ങളെ കണ്ട് ഒരു നല്ല ക്രിസ്തീയ കുടുംബജീവിതം നയിക്കുവാൻ അനേക പ്രേരണയിലേക്ക് വരത്തക്ക രീതിയിൽ ഒരു നല്ല കുടുംബജീവിതത്തിലേക്ക് നിങ്ങൾ എത്തുവാൻ ഞാൻ ഇന്ന് രാവിലെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭാര്യ എന്ന നിലയ്ക്ക് ഭർത്താവിനോടുള്ളതായ ആത്മാർത്ഥമായിരിക്കുന്ന സ്നേഹവും യഥാർത്ഥമായ ദൈവവചന അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ഓർത്ത് മുൻപോട്ട് കടന്നു മകതാരദാസൻ അതൊക്കെ ഓർമ്മപ്പെടുത്തുന്നതാണ്. ഒരു ജയകരമായിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം നമുക്ക് ഈ ലോകത്ത് നയിക്കുവാൻ കഴിയും. ഭർത്താവും ഭാര്യയും ഒന്നിച്ചു കൂടുമ്പോൾ സന്തോഷകരമായ ഒരു കുടുംബജീവിതം, കൂടുമ്പോൾ ഇമ്പമായത് എന്നൊക്കെയാണ് കുടുംബം എന്ന പദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്നാൽ പലപ്പോഴും ഇന്ന് ലോകത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ കുടുംബജീവിതം വളരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. പരസ്പരം മനസ്സിലാക്കാൻ കഴിയാതായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടുപേർക്കും ജോലികൾ ഉണ്ടായിരിക്കാം. ഇന്നത്തെ ലോകത്തിലൂടെ പെട്ടെന്ന് കടന്നു പോകുമ്പോൾ പല കാര്യങ്ങളെയും യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എന്നാൽ ഇതിനൊക്കെയും സർവശക്തന്റെ സഹായം നിങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ആവശ്യമാണെന്ന് ഒരു ദൈവഭക്തൻ എന്ന നിലയ്ക്ക് ഞാൻ ഈ പകൽക്കാലം നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഇന്ന് ഈ പകൽക്കാലം ഇവിടെ വിവാഹ ബന്ധത്തിലൂടെ ഈ കുടുംബം ഇവിടെ സ്ഥാപിക്കപ്പെടുമ്പോൾ ഒരു പുതിയ കുടുംബം കൂടെ ഈ മണ്ണിൽ ഈ ഭൂലോകത്തിൽ ദൈവമാക്കി തീർക്കുമ്പോൾ ഇതിനേക്കാളും ഒക്കെയും വിലപ്പെട്ടതായ ഒരു സത്വർത്തമാനം വിശുദ്ധ ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനുണ്ട്. കർത്താവായ യേശു താൻ മണവാളനായിരിക്കുമ്പോൾ തന്നെ ഇന്നിവരായിരിക്കുന്നത് പോലെ ഒരു മണവാട്ടിയെ സ്വീകരിക്കുന്ന ഒരു നല്ല സുദിനം നമുക്ക് വേണ്ടി ഉണ്ട് എന്നുള്ളത് ഇത് നമ്മളെ വിളിച്ചു പഠിപ്പിക്കുകയാണ്. ഈ ലോക ജീവിതത്തിൽ 30, 60, 50 എന്നൊക്കെ ഉള്ളതായ സ്റ്റേജുകളിൽ എത്തിക്കഴിയുമ്പോൾ ക്ഷീണങ്ങളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ വരികയാണ്. ആരോഗ്യങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതെല്ലാത്തേക്കാളും ഉപരിയായി നാം സേവിക്കുന്ന, നമ്മളെ രക്ഷിക്കുന്ന നല്ലൊരു ദൈവം ജീവിച്ചിരിപ്പുണ്ട്. ആ നല്ല ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നാൽ കുടുംബജീവിതത്തിൽ ഇന്നുണ്ടാകുന്ന പ്രശ്നങ്ങളും നാളെ ഉണ്ടാകാനുള്ള പ്രശ്നങ്ങളുടെ മുമ്പിലും നിങ്ങൾക്ക് ലഘുവായ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതം ദൈവം തരുമെന്ന് ഇന്ന് രാവിലെ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. തുടർന്ന് ദൈവത്തിന്റെ ഭൃത്യൻ കർത്താവിന്റെ വചനപ്രകാരം ഈ വാത്സല്യ പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ സന്ദേശം നൽകുകയും ശുശ്രൂഷ നടത്തുകയും ചെയ്യുമ്പോൾ ദൈവത്താലുള്ള ഒരു കുടുംബം ഈ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിന്റെ പിന്നിൽ പ്രാർത്ഥിക്കുവാനും ദൈവത്തെ വളരെ സ്നേഹിക്കാനും ദൈവങ്ങൾക്ക് കൃപ കൊടുക്കട്ടെ. വിശേഷം പ്രിയ സന്തോഷം ഞങ്ങളുടെ സഭയുടെ ഒരു നല്ല ആക്റ്റീവ് മെമ്പറാണ്. വളരെ വിശ്വസ്തനായി, വളരെ ശക്തമായി താൻ കർത്താവിനെ സ്നേഹിക്കുകയും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു യുവാവാണ്. മാന്യ സഹോദരന്റെ വിവാഹം നടക്കുവാൻ സഭയായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രതികരണം ചെയ്തതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ തന്നെ പ്രിയ സരിതയും തന്റെ കുടുംബവും വളരെ മാതൃകയുള്ള ഒരു നല്ല കുടുംബമാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ മാന്യമായിരിക്കുന്ന വ്യക്തികൾ അവരുടെ കുടുംബജീവിതത്തിൽ ദൈവത്താലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും പൂർവ്വ ദിവസങ്ങളും ലഭിച്ച് കർത്താവിന് പ്രസാദമുള്ള അടിസ്ഥാനമിട്ട ഒരു ഭവനമായി മുൻപോട്ട് പോകുവാൻ ദൈവം അവരെ സഹായിക്കട്ടെ എന്നുള്ളതായ ആശംസയോടുകൂടെ വാക്കുകളോടുകൂടെ ഞാൻ എന്റെ വാക്കുകൾ കൂടി നാമം കുറിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.